അല്ല കിടുക്കാച്ചി വറുത്തരച്ച മീൻകറി. അയ്യോ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഇരുമ്പ് ചട്ടിയിലോട്ട് മല്ലി, വറ്റൽമുളക്, കുരുമുളക്, ഉലുവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനി ഒന്ന് തണുക്കട്ടെ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല മഷിയായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു കൂട്ടം. ഇനി ഒരു മീൻ ചട്ടി, നമ്മുടെ മൺചട്ടി, അതങ്ങോട്ട് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ. അപ്പം അമ്മയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കുഴിക്കരണ്ടി നിറയെ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വരും. ഇനി അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ തെളിയുന്നത് വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. കാര്യം അത് കളറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ കൂട്ടിത്തരുന്ന ഒരു പ്രോസസ്സാണ്. വെള്ളം ചേർക്കുക. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി, കല്ലുപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് മീൻ ചേർക്കാം. ഏത് മീൻ വേണോ ചേർക്കാം. ഇന്ന് നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മത്തിയിലൊക്കെ വെക്കുകയാണെങ്കിലും പൊളി ടേസ്റ്റ് ആയിരിക്കും. മീനിട്ട് കഴിഞ്ഞാൽ ഇടത്തരം തീയിൽ ഒരു 10-15 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. ഫൈനൽ ടച്ചിന് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് ഒന്ന് ചുറ്റിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാണ്. അയ്യോ, ഇത് അപ്പം തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. അടുത്ത ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല. ഇന്ന് നല്ല എണ്ണ പോലെ ഉടച്ചെടുത്ത കപ്പപ്പുഴുക്കിൻ്റെ കൂടെയാണ് നമ്മൾ ഈ മീൻ കറി അങ്ങോട്ട് വിളമ്പുന്നത്. അല്ല, മുഴുത്ത 2 കഷ്ണം വിളമ്പിയിട്ടുണ്ട്. കൂടെ ആ കുറുകിയ ചാറും പോരെ. ഇനി ആ ചൂടോടുകൂടി തന്നെ ആ കപ്പയും കുറച്ച് മീനങ്ങോട്ട് ഉടച്ചെടുത്ത് ആ അരപ്പും കൂടെ ചേർത്തൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, സ്വർഗമാണ് സ്വർഗം.